1979 ഇറാനിയൻ വിപ്ലവമാണ് ഈ സൗഹൃദത്തിൻ്റെ അന്ത്യം കുറിച്ചതും ഇന്നത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് അടിത്തറയിട്ടതും. ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റസ ഷാ പഹ്ലവിയുടെ കാലത്ത് ഇസ്രയേലുമായി ഇറാൻ മികച്ച നയതന്ത്ര ബന്ധമാണ് പുലർത്തിയിരുന്നത്. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിന്ന ഇസ്രയേലിന് ഇറാന്റെ സൗഹൃദം വലിയൊരു ആശ്വാസമായിരുന്നു. പകരം ഇറാന്റെ വികസനത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യയും സൈനിക സഹായവും ഇസ്രയേൽ നൽകി പോന്നു. എന്നാൽ 1979 അയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം ഇറാന്റെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇസ്രയേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുവാൻ പുതിയ ഭരണകൂടം വിസമ്മതിച്ചു. ഇതോടെയാണ് വർഷങ്ങൾ നീണ്ട സൗഹൃദം ഒരൊറ്റ നിമിഷം കൊണ്ട് ശത്രുതയിലേക്ക് വഴിമാറിയത്. ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഈ ശത്രുതയ്ക്ക് പ്രത്യയശാസ്ത്രപരമായ മൂർച്ച നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 1989 ഖൊമേനിയുടെ മരണശേഷം അധികാരമേറ്റ ഖമേനി ഇസ്രയേൽ വിരുദ്ധ യുദ്ധം കൂടുതൽ കർക്കശമാക്കി. ഇസ്രയേലിനെ പശ്ചിമേഷ്യയിലെ ഒരു ക്യാൻസർ ട്യൂമർ എന്നാണ് അയാൾ വിശേഷിപ്പിച്ചത്. ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നത് തൻ്റെ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമാണെന്ന് അയാൾ പലപ്പോഴും പരസ്യമായി പ്രഖ്യാപിച്ചു. പലസ്തീൻ വിഷയത്തെ കേവലം ഒരു പ്രാദേശിക തർക്കമായല്ല, മറിച്ച് മുസ്ലിം ലോകത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായാണ് ഖമേനി അവതരിപ്പിച്ചത്. ഇത് ഇറാന്റെ വിദേശ നയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുക